പ്രവർത്തനങ്ങളും ഇബാദത്തുകളും നോമ്പുകളുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തി പരലോകത്തേക്ക് എല്ലാ ആളുകളെയും ഹാജരാക്കപ്പെടുമെന്ന്. വിശുദ്ധ ഖുർആനിലെ ബാക്കി ആയത്ത് നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗവാസികളെ കുറിച്ചാണ്. സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ അല്ലാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം, അന്നത്തെ ദിവസം സ്വർഗവാസികളൊക്കെ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, വളരെയേറെ സന്തോഷത്തിൽ ആറാടുകയാണ്. ഫീ ശുഗ്ലിൻ, ശുഗ്ൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ജോലികളിലാണ്. ആ ജോലികളിൽ ഫാകിഹൂൻ, അവർ വലിയ സന്തുഷ്ടരായിരിക്കും. മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ പല വിധത്തിൽ തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ പലരും പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ തോട്ടത്തിലൊക്കെ പണിയെടുത്ത ആളുകൾക്ക് ചിലപ്പോൾ അവിടെ എത്തിയാലും പൂതിയുണ്ടാകും, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, ഒരാള് അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന ഇസ്തഅദന റബ്ബഹു ഫി സ്സറ, ഒരാൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബിനോട് സമ്മതം ചോദിക്കും. അപ്പോൾ റബ്ബ് ചോദിക്കും, അലസ്ത ഫീമാ ശിഇത, അനക്ക് ഉദ്ദേശിക്കണൊക്കെ അവിടെ കിട്ടുമല്ലോ, പിന്നെപ്പം എന്തിനാ ഇവിടെ കൃഷി ചെയ്യുന്നത്? ഈ ദുനിയാവിലാണ് പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടതുള്ളൂ. സ്വർഗത്തിൽ സുഖത്തിന്റെ പര്യവസാനല്ലേ, എന്തെല്ലാം സുഖങ്ങൾ ലോകത്ത് ചിന്തിക്കാൻ കഴിയോ അതിന്റെ പര്യവസാനത്തിനെ കുറിച്ചാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇയാളോട് ചോദിക്കും, നീ ഉദ്ദേശിക്കുന്നതൊക്കെ ഇല്ല ഇവിടെ, പിന്നെ എന്തിനാണ് നീ കൃഷി ചെയ്യുന്നത്? അവൻ പറയും, വലാക്കിൻ ഉഹിബ്ബു അൻ അസ്റഅ, സംഗതിയൊക്കെ ഉണ്ട്, എന്നാലും കൃഷി ചെയ്യാൻ പൂതി. അതുകൊണ്ടാണ് ഉസ്താദന്മാരൊക്കെ ക്ലാസ് എടുത്ത് തരുന്ന സമയത്ത് പറയാറുണ്ട്, ദർസൊക്കെ എടുക്കുന്ന ഉസ്താദന്മാർ അവരൊക്കെ അതെടുക്കാൻ വേണ്ടി താല്പര്യപ്പെടും. അത് പണി കിട്ടോട് കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്നാലും അതൊരു ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ട് റബ്ബേ, ഒന്ന് കൃഷി ചെയ്യാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും ഫബദർ, അങ്ങനെ അയാളെ വിത്ത് വിതക്കും. അങ്ങനെ ഫബാദറ ത്വർഫു, അയാളെ കണ്ണിങ്ങനെ നോക്കി കാണുകയാണ്. നബാത്തുഹു, ആ സസ്യം ഇങ്ങനെ വിത്ത് മുളക്കുന്നതും മുളച്ചിട്ടിങ്ങനെ ആ പാകമാകുന്നതും കൊയ്യാൻ വരെ ആകുന്നത് ഇയാളെ കണ്ണുകളെ കൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാണ്. ഇവിടെ വിത്തിട്ട് വിത്ത് മുളക്കണം കാണാനുണ്ട്, നമ്മള് ഉണ്ടോ? കാണുമോ? ആ വിത്ത് മുളച്ച് ഇങ്ങനെ വരുന്ന കാണുമോ? പിറ്റേന്ന് പോയി നോക്കുമ്പോ വലിച്ചല്ലേ, പിറ്റേന്ന് പോയി നോക്കുമ്പോ മുള വന്നിട്ടുണ്ടാവും, അതാ കാണാൻ കഴിയുള്ളൂ. നിബിധങ്ങൾ പറയാണ്, ആ വിത്ത് ഇങ്ങനെ ഇടുമ്പോഴേക്ക് ഇങ്ങോട്ട് മുളച്ച് പൊന്തി വരുന്നത് കാണാൻ കഴിയും. അങ്ങനെ അപ്പൊ അത്തരം ശുഹദികളിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, ആ സ്വർഗത്തിലെ സന്തോഷം കൊണ്ട് മഹാനാകുന്ന അബൂ സഊദ് നിങ്ങൾ പറയുന്നുണ്ട്, വൽ മുറാദു ബിഹി മാഹും ഫീഹി മിനൽ ഫുനൂനിൽ മലാദി അല്ലത്തി തുൽഹീഹിം അമ്മ അദാഹാ ബിൽ കുല്ലിയ. ഈ സ്വർഗത്തിലെ സുഖങ്ങൾ, ഈ ആസ്വാദനങ്ങൾ, ഇതിങ്ങോട്ട് ഇങ്ങനെ സുഖിച്ചുകൊണ്ട് ബാക്കിയുള്ള ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സപ്പോസ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ അവിടെ പറയപ്പെടുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ നരകത്തിൽ, ഇജ്ജ് നോക്ക് അറിയുമ്പോൾ എനിക്ക് സമയമല്ല, ഞാൻ ഇവിടെ വേറെ പണിയിലാണ് എന്ന് പറയും. അങ്ങനെ സ്വർഗത്തിലുള്ള പണികളിൽ സന്തുഷ്ടരായിരിക്കുമെന്നാണ് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എങ്ങനെയൊക്കെയാണ് അവിടെ സുഖങ്ങൾ ഉള്ളത് എന്നതാണ് അടുത്ത ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. എല്ലാ സുഖങ്ങൾ ഉണ്ടായാലും എന്താണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് ആദം നബിയെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയുണ്ട് വീട് എന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ എങ്ങോട്ട് കൊണ്ടുപോയത്, അല്ലേ? അങ്ങോട്ട് അതിനാണ് കൊണ്ടുപോയത്. നമ്മളൊക്കെ അവിടെ നിന്ന് പോകുന്ന ആൾക്കാരാണ്, അങ്ങോട്ട് തന്നെ തിരിച്ചെത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടെ പോകുന്ന സമയത്ത് ആദം നബിയോട് നിങ്ങൾ പോയിട്ട് പോരി എന്നല്ല പറഞ്ഞത്, ഉസ്കുൻ അന്ത വസൗജുകൽ ജന്ന, നിങ്ങളും നിങ്ങളെ ഇണയും ആ സ്വർഗത്തിൽ ശാന്തിയോടെ
സമാധാനത്തോടെ വസിച്ചുകൊള്ളൂ എന്നാ പറഞ്ഞത്. എന്തു സുഖം ഉണ്ടായാലും അല്ലെ, ഏത് സുഖങ്ങളുണ്ടായാലും ഇണകളില്ലെങ്കിൽ ഒരു പ്രയാസം തന്നെയാണ്. അള്ളാഹു തന്നെ നമ്മളെ ഇണകളൊക്കെ സ്വർഗ്ഗത്തിലും എത്തിച്ചു തരുമാറാകട്ടെ. അവൻ പറയാണ്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും തങ്ങളുടെ ഇണകളുമൊക്കെ സ്വർഗ്ഗത്തിലെ ഫീ ളിലാലിൻ തണലുകളിൽ അലൽ അറായികി നല്ല സോഫകളിൽ. അതിന് മഹാരരാകുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ അറായികി എന്ന് പറഞ്ഞതിന് അർത്ഥം പറഞ്ഞത് നല്ല രീതിയിലുള്ള സോഫ എന്ന് പറഞ്ഞാൽ അലങ്കരിച്ച സോഫ സെറ്റിൽ മുത്തഖിഊൻ ചാരിയിരിക്കുകയാണ്. നമ്മളിപ്പം ബീച്ചിലൊക്കെ പോയാൽ കാണാൻ കഴിയും, അവിടെയൊക്കെ വിദേശികളായ ആളുകൾ വന്നിട്ട് ഇങ്ങനെ നല്ല അല്ലെ കോടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അത് നല്ലൊരു സംഗതിയാണ്. അങ്ങനത്തെ ഇവിടെ ഇരിക്കണം പോകണമെന്നല്ല പറഞ്ഞേ, ആ നല്ല സംഗതിയാണ്, അങ്ങനെ ഇരിക്കാൻ പോകണമെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ പാർക്കുകളിലും മറ്റുമൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഇണകളും ഒത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വെയിലത്താണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവോ? നല്ല വെയിലുള്ള സമയത്താണ് കോഴിക്കോട്ട് ബീച്ചിൽ ആളുകളെ കാണൂല. എപ്പോഴാണ് ആൾക്കാരെ കാണുക? നല്ല തണലുള്ള സമയം. അത് മാത്രല്ല, ആ തണലുണ്ടാവും, തണല് കുറെ കൊണ്ടിങ്ങനെ നിന്ന് കാല് കുഴയാനൊന്നും ആർക്കും സാധിക്കൂല. അപ്പൊ അവിടെ എന്ത് വേണ്ടി വരും? ഇരിക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോന്നും ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുക എന്ന് മാത്രം. ഇതിലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതിന്റെ സുഖങ്ങളുടെ, ഇതിന്റെ സുഖലോലുപതയുടെ ആ പ്രയോഗങ്ങൾ തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇരിക്കട്ടെ, അപ്പോ സ്വർഗവാസികളൊക്കെ അവിടെ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കും. അള്ളാഹു തന്നെ നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ചാരി ഇന്ന് കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു പാർക്കിൽ പോയി കൂട്ടിക്കോളി, ഒരു സ്ഥലത്ത് പോയി നല്ല നമ്മളെ കൂടെ നമ്മളെ ഇണകുണ്ട്, നല്ല ചാരിക്കാണ്, തണലൊക്കെ ഉണ്ട്. പക്ഷെ ഭക്ഷണം ഇല്ലെങ്കിലോ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തോ പ്രയാസം വരൂലേ? ഇല്ല, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ലേ? നോമ്പ് പറ്റുണ്ട് അന്നും ഒരു പ്രയാസം ഉണ്ടാവും അല്ലേ? എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഹും ഫീഹാ ഫാകിഹ, അവർക്കതിൽ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ടുകളുണ്ട്. ഫാകിഹത്ത് നല്ല ഭക്ഷണ സാധനങ്ങളുണ്ട്. വലഹും മാ യദ്ഊൻ, അവരാവശ്യപ്പെടുന്നതെല്ലാം അവർക്ക് അവിടെ കിട്ടും. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്തോ ഒരു രസമുള്ള നാട് അല്ലേ? അതുകൊണ്ടാണ് നബി തങ്ങൾ ഈ ആയത്തിങ്ങനെ ഓതുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും അതിന് പരിശ്രമിക്കുന്നവരുണ്ടോ? നമ്മൾ ഈ സുബഹിക്ക് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ടൊക്കെ ഇതിന് വരുന്നത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ആ സുഖലോലുപ സ്വർഗത്തിന് വേണ്ടിയിട്ട്, നമ്മളെപ്പോലത്തെ ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണ്. നമ്മളെക്കാൾ ഗ്രേഡ് കൂടിയ ആളുകൾ സ്വർഗത്തിന് വേണ്ടിയല്ല പണിയെടുക്കുന്നത് എന്ന് വേറെ കാര്യം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗം തരുമാറാകട്ടെ. ഈ സ്വർഗത്തിൽ നമ്മൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാം കിട്ടും എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹും, അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, നല്ല ഭക്ഷണം കാണുമ്പോ ഓ റബ്ബേ അതൊന്ന് കിട്ടണം എന്നൊരു പൂതി ഉണ്ടെങ്കിൽ അവിടെ പറയൽ സുബ്ഹാനകല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് ആ ഭക്ഷണം അടുത്തേക്ക് വരികയാണ്, എടുക്കാൻ കഴിയുകയാണ്. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, ഖുർആന്റെ ആയത്തുകളാണ്. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹും, ആ സുബ്ഹാനകല്ലാഹ് എന്ന് ചൊല്ലുമ്പോഴേക്ക് അവരിലേക്ക് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുകയാണ്, അവരത് എടുക്കുകയാണ്, കഴിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർത്തു, നമ്മളെ നാട്ടിൽ നമ്മളിങ്ങനെ ഒരു വീട്ടിൽ പോയി, ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സാധനം ഉണ്ട്, കൂട്ടിക്കോളി. ഒരു ഷോക്കേസ് നല്ല ഒരേപോലത്തെ രണ്ട് സാധനം, രണ്ട് ഫ്ലവർ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾക്ക് ചോദിച്ചാൽ തരുന്ന ഒരാളുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇതെങ്ങനെയുണ്ട് സീക്കേസ്, ഇതിപ്പോ ഇവിടുന്ന് വാങ്ങിയതാ, നല്ല രസമുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ സീക്കേസിക്ക് മനസ്സിലായത് വരും, ആ ഉസ്താദിന് വേണ്ടിയിട്ടാണല്ലേ ചോദിക്കണത്. അപ്പൊ അതേപോലെ സുബ്ഹാനകല്ലാഹ്, എന്തോ ഒരു അത്ഭുതം, എന്തൊരു രസം ഉണ്ടല്ലോ റബ്ബേ എന്ന് പറയുമ്പോ അത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് തരും. അള്ളാഹു തആല നൽകുമാറാകട്ടെ. അതിനു പുറമെ നിങ്ങൾ ഓർത്ത് നോക്കിയാണ്, ഈ ദുനിയാവിൽ എത്ര സമ്പത്തുണ്ടായാലും എന്താണ്, ഒന്നുകിൽ സാമ്പത്തികമായിട്ട് അതൊക്കെ പ്രയാസം വരും അല്ലേ? വലിയ വലിയ ബിസിനസിന്റെ ആളുകളൊക്കെ ബിസിനസ് പൊട്ടി പാപ്പരായ ആൾക്കാരുണ്ട്. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ അവിടെ ചമ്മാട് ഭാഗത്ത് നല്ലൊരു ബിസിനസിന്റെ ആളുണ്ടായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അയാളങ്ങ് മരിച്ചതോടുകൂടി ബിസിനസ് അങ്ങ് പൊട്ടിപ്പോയി എന്നല്ല, ആ വീട്ടിൽ അദ്ദേഹത്തിന് അനിയനൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലായിരുന്നു. അള്ളാഹു തആല അവർക്കൊക്കെ വലിയ രക്ഷ കൊടുക്കുമാറാകട്ടെ. അപ്പോ ഇങ്ങനെ ഏത് സുഖങ്ങളുണ്ടായാലും സൗകര്യങ്ങളുണ്ടായാലും ഒരു പര്യവസാനം ഉണ്ടാവും. ഒന്നുകിൽ നമ്മളെന്താകും, നമ്മളെ സുഖങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ സുഖങ്ങളൊന്നൊക്കെ നഷ്ടപ്പെട്ടു പോകും, നമ്മൾ ജീവിച്ചിരിക്കും. രണ്ടാമതൊരു കാര്യം ഉണ്ടാകും. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ അങ്ങനെ നഷ്ടങ്ങളില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എല്ലാ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, സലാം
നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാ വിഷയം കൊണ്ടും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ മരിക്കുകയോ നിങ്ങൾക്ക് നഷ്ടം വരികയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആശീർവാദങ്ങളും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ബൈന അഹ്ലുൽ ജന്നത്തി ഫീ നഈമിഹിം, സ്വർഗാവകാശികൾ അവരുടെ നല്ല ആ സുഖലോലുപതിൽ ഇങ്ങനെ കഴിയുമ്പോൾ അവരുടെ ഇടയിലേക്ക്, അവരുടെ വീടുകളുടെ മുകളിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ പരക്കുന്നത് കാണാം. ഇതിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒരു പ്രകാശം എന്നിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് സ്വർഗാവകാശികളൊക്കെ തല ഉയർത്തി ഇങ്ങനെ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പം അവിടെ അശ്റഫ അലൈഹിം മിൻ ഫൗഖിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുകളിലൂടെ ഇങ്ങനെ വെളിവാകുകയാണ്. അള്ളാഹുവിനെ കാണാൻ കഴിയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അങ്ങോട്ട് കാണാൻ കഴിയുമ്പോൾ വിശ്വാസികളൊക്കെ റബ്ബിലേക്ക് അങ്ങ് നോക്കും, റബ്ബ് വിശ്വാസികളിലേക്കും നോക്കും. നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങൾ പറയുന്നു, അങ്ങനെ റബ്ബ് ഹത്താ യഹ്തജിബ അൻഹും വയബ്ഖാ നൂറുഹു വബറകതുഹു അലൈഹിം വഫീ ദയ്യാരിഹിം, ആ റബ്ബിന്റെ ആ പ്രകാശം, അവൻ റബ്ബിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മറഞ്ഞു കഴിഞ്ഞാലും റബ്ബിന്റെ പ്രകാശവും ആ ബറക്കത്തും തങ്ങളിലും വീടുകളിലും ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കും. അതിന്റെ സന്തോഷത്തിൽ വിശ്വാസികളെല്ലാം മതിമറഞ്ഞു പോകും എന്നൊക്കെ മഹാനരാകുന്ന ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വർഗ്ഗത്തെക്കുറിച്ചാണ് പരിശുദ്ധ സൂറത്തുൽ റഅദിൽ ഒറ്റ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഹിഹിം. ഓരോ മനുഷ്യരുടെയും ഈ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ജന്നാത്തു അദ്ൻ, അദ്ൻ എന്ന സ്വർഗം, യദ്ഖുലൂനഹ അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഹിഹിം അവരുടെ പിതാക്കന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് നല്ലവരായവരും, മാത്രമല്ല അസ്വാജിഹിം ഇണകളിൽ നിന്ന് നല്ലവരായ ആളുകളും സ്വാലിഹീങ്ങളായ ആളുകളും, വദുരിയാതിഹിം മക്കളിൽ നിന്നും സ്വാലിഹീങ്ങളായ ആളുകൾ, ഫാമിലിയിൽപ്പെട്ട എല്ലാവരും സ്വാലിഹീങ്ങളാണെങ്കിൽ എല്ലാവരും ആ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ ഓരോ വാതിലിലൂടെയും കടന്നു വരും. കടന്നു വന്നുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം ഉണ്ട് കേട്ടോ. മലക്കുകൾ വന്നുകൊണ്ട് ഇങ്ങനെ സലാം പറയുമ്പോൾ മലക്കുകൾ പറയാണ്, ബിമാ സ്വബർത്തും, നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്തെല്ലാം ക്ഷമിച്ചു, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എത്ര ക്ഷമ നിങ്ങൾ കാണിച്ചു, ഹറാമിലേക്ക് പോകാതെ ഹലാൽ നിങ്ങൾ ആസ്വദിക്കാതെ സുന്നത്തായ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എത്ര കണ്ട് ക്ഷമിച്ചു നിങ്ങൾ നിന്നു. ഈ ക്ലാസ് കേൾക്കുമ്പോൾ എത്ര ക്ഷമിക്കണം അല്ലെ? നമ്മളെ ഉറക്കൊക്കെ മാറ്റിവെച്ച് ഇതിങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ആ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം കിട്ടാൻ വേണ്ടി, ലിഖാ കിട്ടാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ക്ഷമിച്ചു നിന്നില്ലേ? അതുകൊണ്ട് ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങളുടെ പര്യവസാനമായ വീട് വളരെ നല്ല വീടാണ്. നിങ്ങൾക്ക് ഇനിയുള്ള വീട്, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന വീട് വളരെ ഉഷാറാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകൂല എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉള്ള ആ കുടുംബ സംഗമത്തിലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് സലാം പറയുമെന്ന് സൂറത്തുൽ റഅദ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മാത്രം പോയാൽ പോരാ, നമ്മൾ മാത്രം ആയാലും നമുക്ക് ആ സുഖം ഉണ്ടാകും. പ്രശ്നങ്ങളൊന്നും അറിയില്ല, മക്കളെ വിഷയങ്ങളെ കുറിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സപ്പോസ് ഭാര്യ ഇല്ലെങ്കിലും ആ ഭാര്യയുടെ സ്ഥാനത്ത് റബ്ബ് വേറെ നികത്തി തരും. അവരൊക്കെ നമ്മളതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ റൂട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഈ മലക്കുകളുടെ ആശീർവാദം കിട്ടുമെന്നും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയ രീതിയിലാണ് ഓർമ്മപ്പെടുത്തിയത്. സ്വർഗം വിശാലമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നമുക്ക് സമയങ്ങൾ പരിമിതികളൊക്കെ, സമയം വളരെ പരിമിതി ആയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് ഹൃദയം പ്രകാശിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതിലൊക്കെ നമ്മൾ സംബന്ധിക്കുന്നത് കാരണം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കാരണം നാളെ ആ സ്വർഗീയ ലോകം അല്ലാഹു തആല നമുക്ക് അനുഗ്രഹമായി നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല അഫ്വ ചെയ്യുമാറാകട്ടെ. ഈ മഗ്ഫിറ, ഈ ഇത്തഖു മിനന്നാറിന്റെ 10 അല്ലാഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ആ സ്വർഗീയ ലോകത്ത് കടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരാളെയും റബ്ബ് ആ നരകത്തിന് വിറകാക്കി തരാതിരിക്കുമാറാകട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. Allah